ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബിയറിംഗ് പഠിച്ചു. എന്താണ് ബിയറിംഗ്, എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്, മാഗ്നറ്റിക് ബിയറിംഗ് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം പഠിച്ചു അല്ലേ. മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ മെഷേർഡ് ഫ്രം എ റെഫറൻസ് ലൈൻ, ആംഗിൾ മെഷേർഡ് ഫ്രം മാഗ്നറ്റിക് നോർത്തിനാണ് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹോൾ സർക്കിൾ ബിയറിംഗ് മെത്തേഡിലും ഡെസിഗ്നേറ്റ് ചെയ്യാം, അതുപോലെ റെഡ്യൂസ്ഡ് ബിയറിംഗ് മെത്തേഡിലും ഡെസിഗ്നേറ്റ് ചെയ്യാം. ഹോൾ സർക്കിൾ ബിയറിംഗിൽ ആ നോർത്ത് നിന്ന് എടുക്കുന്ന ഡയറക്റ്റ് എത്ര ആംഗിളാണ് കിട്ടുന്നത് ആ ആംഗിളിനാണ് നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതേസമയം റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ആംഗിളിൻ്റെ കൂടെ ഡയറക്ഷൻ കൂടെ കാണിക്കണം. പിന്നെ ഇറ്റ്സ് ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം ഏതർ നോർത്ത് ഓർ സൗത്ത്, നോർത്ത് നിന്ന് എടുക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ അത് നിയറസ്റ്റ് ആയിട്ട് എവിടെയാണ്, ഏത് സൈഡാണോ ഉള്ളത്, നോർത്തിൻ്റെ അടുത്താണെങ്കിൽ നോർത്ത് നിന്ന് എടുക്കുക, സൗത്തിൻ്റെ അടുത്താണെങ്കിൽ സൗത്ത് നിന്ന് ആംഗിൾ എടുക്കാം. എന്നിട്ട് അതിന് ഡയറക്ഷൻ കൂടെ കാണിച്ചാൽ അതിനെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയും. ഓക്കെ. അടുത്തത് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. എന്താണ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ട്രൂ മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ മാഗ്നറ്റിക് നോർത്ത്, എർത്തിന് ഒരു മാഗ്നറ്റിക് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉണ്ട്. നമ്മുടെ കോമ്പസ് വെച്ച് യൂസ് ചെയ്താൽ കോമ്പസിലുണ്ടാകുന്ന നീഡിൽ, മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും മാഗ്നറ്റിക് നോർത്തിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന റെഫറൻസ് ഡയറക്ഷനാണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ എർത്തിനൊരു ജോഗ്രഫിക് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉണ്ട് അല്ലേ. അതിനാണ് നമ്മൾ ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് എന്ന് പറയുന്നത്. ഈ ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിലുണ്ടാകുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ റെഡിൽ കൊടുത്തതാണ് മാഗ്നറ്റിക് നോർത്ത്, അതുപോലെ ബ്ലാക്കിൽ ട്രൂ നോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ആംഗിളിനെയാണ് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. ഡെക്ലിനേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എന്നാണ്. ഡെൽറ്റ. ഓക്കെ. പിന്നെ ഒരു പോയിന്റ്, ഡെക്ലിനേഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ വാരീസ് ആസ് വി മൂവ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതായത് ഈ ഡെക്ലിനേഷൻ എന്ന് പറഞ്ഞ സംഭവം ഭൂമിയിൽ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കില്ല. ഓരോ പൊസിഷനിലും ഈ ഡെക്ലിനേഷൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ചില സ്ഥലത്ത് ഈ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ട്രൂ നോർത്തിൻ്റെ ഈസ്റ്റ് സൈഡിലായിരിക്കും. ചില സ്ഥലത്ത് പോയാൽ ട്രൂ നോർത്തിൻ്റെ വെസ്റ്റ് സൈഡിലായിരിക്കും മാഗ്നറ്റിക് നോർത്ത് ഉണ്ടാകുന്നത്. ഓക്കെ. ഒരു പോയിന്റ് നോക്കാം. വെൻ ദ നോർത്ത് എൻഡ് ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ഈസ് പോയിൻറ്റഡ് ടുവേർഡ്സ് ദ വെസ്റ്റ് ഓഫ് ദി ട്രൂ മെറിഡിയൻ. അതായത് മാഗ്നറ്റിക് നോർത്ത് ട്രൂ നോർത്തിൻ്റെ വെസ്റ്റ് സൈഡിലാണെങ്കിൽ, മാഗ്നറ്റിക് നോർത്ത് ഇപ്പോൾ ഇതാണ് ട്രൂ നോർത്ത്, നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വെസ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മളതിനെ വെസ്റ്റേൺ ഡെക്ലിനേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് ഡെക്ലിനേഷൻ എന്നും കൂടെ പറയും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ വെസ്റ്റേൺ ഡെക്ലിനേഷൻ അല്ലെങ്കിൽ ഡെക്ലിനേഷൻ വെസ്റ്റ് എന്ന് പറയും. അതേസമയം ഇഫ് ദ നോർത്ത് എൻഡ് ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ഈസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് സൈഡ് ഓഫ് ദി ട്രൂ നോർത്ത്, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഇവിടെ ഉണ്ടാകുന്ന ഡെക്ലിനേഷൻ ഈസ്റ്റ് ഓർ പോസിറ്റീവ് ഡെക്ലിനേഷൻ എന്ന് പറയും. ഓക്കെ. ഓക്കെ. ഈ മാഗ്നറ്റിക് നോർത്ത് നിന്ന് നമ്മളൊരു ലൈനിലേക്ക് എടുക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് ഓർ സിംപ്ലി ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതേസമയം നമ്മൾ ട്രൂ നോർത്ത് നിന്നാണ് ആ ആംഗിൾ എടുക്കുന്നതെങ്കിൽ നമ്മളതിനെ ട്രൂ ബിയറിംഗ് എന്ന് പറയും. ട്രൂ ബിയറിംഗിനെ പറയുന്ന മറ്റൊരു പേരാണ് അസീമത്ത്. ട്രൂ ബിയറിംഗ് ഓർ അസീമത്ത് എന്ന് പറയും. അപ്പോൾ ഈ ട്രൂ ബിയറിങ്ങും മാഗ്നറ്റിക് ബിയറിങ്ങും തമ്മിൽ റിലേഷൻ ഉണ്ട്, കണക്റ്റിംഗ് ഡെക്ലിനേഷൻ. ഇതാണ് ആ ഇക്വേഷൻ. അതായത് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡെക്ലിനേഷൻ. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡെക്ലിനേഷൻ. അതായത് ഇഫ്
if the magnetic north is towards the east side, then true bearing is equal to magnetic bearing plus declination. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇഫ് മാഗ്നറ്റിക് നോർത്ത് ഈസ് ടുവേർഡ്സ് ദ വെസ്റ്റ് സൈഡ് ഓഫ് ട്രൂ നോർത്ത്, ദെൻ ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് മൈനസ് ഡെക്ലിനേഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 48 ഡിഗ്രി 24 മിനിറ്റ്സ്. ദെൻ കാൽക്കുലേറ്റ് ദ ട്രൂ ബിയറിംഗ് ഇഫ് ദ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഈസ് 5 ഡിഗ്രി 38 മിനിറ്റ്സ് ഈസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫിഗർ വരക്കാം. ട്രൂ നോർത്ത് വരക്കാം, മാഗ്നറ്റിക് നോർത്ത് വരക്കാം. എന്തുകൊണ്ടാണ് ഈസ്റ്റ് സൈഡിലേക്ക് വരച്ചത്? കാരണം ഡെക്ലിനേഷൻ 5 ഡിഗ്രി 38 മിനിറ്റ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെക്ലിനേഷൻ ഈസ്റ്റ് സൈഡിലേക്ക് വരച്ചത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് നോർത്ത് ട്രൂ നോർത്തിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ബിയറിംഗ് വന്നിട്ടുണ്ട് 48 ഡിഗ്രി 24 മിനിറ്റ്സ്. അതും മാർക്ക് ചെയ്യാം. മാഗ്നറ്റിക് നോർത്ത് നിന്ന് നമ്മുടെ പോയിൻ്റ് ഒയിലേക്ക്, നമ്മുടെ പോയിൻ്റ്, ആ ലൈനിലേക്ക് 48 ഡിഗ്രി 24 മിനിറ്റ്സ് ആണ് മാഗ്നറ്റിക് ബിയറിംഗ്. അപ്പോൾ നമുക്ക് ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കണം. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഈസ്റ്റ് സൈഡിൽ ഡെക്ലിനേഷൻ ആയതുകൊണ്ട് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഡെക്ലിനേഷൻ. അപ്പോൾ അത് പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 54 ഡിഗ്രി 2 മിനിറ്റ്സ് എന്ന് കിട്ടും. അതെങ്ങനെയാണ് വന്നത് ഒന്ന് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ട്രൂ നോർത്ത്. ഓക്കെ, ഇത് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണെന്ന് അറിയാം. ഡെക്ലിനേഷൻ അവിടെ ഉണ്ട്. ഒരു പോയിൻ്റ് ഓയാണ് നമ്മുടെ പോയിൻ്റ്. ഇതിലേക്ക് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട് തീറ്റ. അപ്പോൾ ട്രൂ ബിയറിംഗ് എന്തായിരിക്കും? ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ആംഗിൾ അല്ലേ. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ഡെൽറ്റ. ഓക്കെ, അങ്ങനെയാണ് ആ സംഭവം വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 24 ഡിഗ്രി 16 മിനിറ്റ്സ്. കാൽക്കുലേറ്റ് ദ ട്രൂ ബിയറിംഗ് ഇഫ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഈസ് 3 ഡിഗ്രി 10 മിനിറ്റ്സ് വെസ്റ്റ്. അതായത് വെസ്റ്റേൺ ഡെക്ലിനേഷനാണ്. അതായത് മാഗ്നറ്റിക് നോർത്ത് ഈസ് ടുവേർഡ്സ് ദ വെസ്റ്റ് സൈഡ് ഓഫ് ട്രൂ നോർത്ത്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. ഫിഗർ കിട്ടിയാൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ഫിഗർ വരക്കാം. വെസ്റ്റ് ആയതുകൊണ്ട് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് മൈനസ് ഡെക്ലിനേഷനാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൂ ബിയറിംഗ് കിട്ടണമെങ്കിൽ മാഗ്നറ്റിക് ബിയറിന്ന് ഡെക്ലിനേഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രൂ ബിയറിംഗ് കിട്ടും. അതായത് ആംഗിൾ ഫ്രം ട്രൂ നോർത്ത് ടുവേർഡ്സ് ദ ലൈൻ 21 ഡിഗ്രി 6 മിനിറ്റ്സ് കിട്ടും. അടുത്തത് ബിയറിംഗ് ഓഫ് എ സർവേ ലൈൻ. ബിയറിങ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആംഗിളിൽ തന്നെ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബിയറിങ് രണ്ട് തരത്തിൽ. നമ്മൾ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് സർവേ നമ്മൾ ബിയറിങ്ങിനെ രണ്ട് തരത്തിൽ പറയും. ഒന്ന് ഫോർ ബിയറിങ്, മറ്റത് ബാക്ക് ബിയറിങ്. നമ്മുടെ സർവേ ചെയ്യുന്ന ഡയറക്ഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം എ എന്ന് പറഞ്ഞ പോയിന്റിലുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ സർവേ ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് നമ്മൾ ആംഗിൾ എടുക്കുമല്ലോ. ഇതിപ്പം ആംഗിൾ എടുക്കുന്നത് ആ ഡയറക്ഷൻ, ഇതാണ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് എടുക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് ഡയറക്ഷനിലേക്ക്. ഓക്കെ, അതേസമയം ഈ സെയിം സാധനം ഇപ്പം എ ബി ആണ്, ഇതാണ് ഡയറക്ഷൻ. ഈ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നതെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ ആംഗിൾ എടുക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുന്ന ആംഗിളിനെയാണ് ബിയറിങ്ങിനെയാണ് നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർവേഡ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നത് ഫോർ ബിയറിംഗ്, ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നത് ബാക്ക് ബിയറിംഗ്. ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് മെഷേർഡ് ഫ്രം എ ടുവേർഡ്സ് ബി, it is called for bearing. And if the bearing of a line AB is measured from B towards A, AB ആണ് നമ്മുടെ സർവേ ഡയറക്ഷൻ. പക്ഷേ ബിന്ന് എയിലേക്ക് നമ്മൾ ബിയറിംഗ് എടുക്കുന്ന സമയത്ത് അത് നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയും. ഓക്കെ, അത് ഇവിടെ റിലേഷൻ ഉണ്ട്. ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ്
പ്ലസ് ഓർ മൈനസ് 180. ഇതൊരു ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. അതെങ്ങനെയാണ് വന്നതെന്നില്ല കൺസെപ്റ്റ് മനസ്സിലായിക്കോ. പ്ലസ് ഓർ മൈനസ് എപ്പോഴാണ് വരുന്നത്? ഇപ്പോൾ രണ്ടാമത്തെ ഫിഗർ നോക്കാം ആദ്യം. രണ്ടാമത്തെ ഫിഗറിൽ എ ബി ആണ് സർവേ ഡയറക്ഷൻ. എ എന്ന് ബിയിലേക്ക് സർവേ ചെയ്യുന്നു. ഫസ്റ്റ് എൻ്റെ ആംഗിൾ എടുക്കുന്നു, എ എന്നുള്ള ബിയറിംഗ് എടുക്കുന്നു, ഫോർ ബിയറിംഗ്. അതിനുശേഷം ബി നിന്നും ബിയറിംഗ് എടുക്കുന്നു, ബാക്ക് ബിയറിംഗ്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ ഇതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോർ ബിയറിംഗ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? ഈ ഫോർ ബിയറിംഗ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, ദെൻ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി ആയിരിക്കില്ലേ? ആ ആംഗിൾ നോക്ക്. ഫോർ ബിയറിംഗ് ഇപ്പോൾ ഒരു ആംഗിൾ കിട്ടി, തീറ്റ. അപ്പോൾ ബിന്ന് എയിലേക്ക് എടുക്കുന്ന ബിയറിംഗ് നോക്ക്, ബാക്ക് ബിയറിംഗ് എന്തായിരിക്കും? ആ തീറ്റ പ്ലസ് 180 ഡിഗ്രി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാക്ക് ബിയറിംഗ് കിട്ടുമല്ലോ. ഈ ആംഗിൾ നോക്ക്, ആ ആംഗിൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇഫ് ഇത് ആദ്യത്തെ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ എ ബി തന്നെയാണ് സർവേ ഡയറക്ഷൻ, എ നിന്ന് ബിയിലേക്ക് തന്നെയാണ്. അപ്പം എയിലെടുക്കുന്ന ആംഗിളാണ് ഫോർ ബിയറിംഗ്, ബിയിൽ നിന്ന് എടുക്കുന്ന ആംഗിളാണ് ബാക്ക് ബിയറിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്ക്, ഇതിൽ തീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രിയാണ്. 180നേക്കാളും കൂടുതൽ ആംഗിളുണ്ട്. 180നേക്കാളും കൂടുതലുള്ളതുകൊണ്ട് അവിടെ റിലേഷൻ എന്താണ്? ഇഫ് ഫോർ ബിയറിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, ദെൻ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി. ഇവിടെ നോക്ക് എന്തായിരിക്കും? ബാക്ക് ബിയറിംഗ് വിൽ ബി ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി ആയിരിക്കുമല്ലോ, അല്ലേ? ബാക്ക് ബിയറിംഗ് അല്ലേ ചെറുത്. അപ്പോൾ റിലേഷൻ മനസ്സിലാക്കുക എപ്പോഴാണ്? ഇഫ് ഫോർ ബിയറിംഗ് ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ദെൻ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി. അതുപോലെ ഇഫ് ഫോർ ബിയറിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, ദെൻ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി. ഓക്കെ, അടുത്തത് ലോക്കൽ അട്രാക്ഷൻ. ലോക്കൽ അട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിയർ ബൈ ആയിട്ടുള്ള എന്തെങ്കിലും മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അയൺ പോലത്തെ സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ എന്താവും? നമുക്ക് കിട്ടുന്ന റീഡിങ്ങിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം അതിൻ്റെ അട്രാക്ഷൻ കാരണം, അല്ലേ? ഡ്യൂ ടു പ്രസൻസ് ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ഇലക്ട്രിക് കേബിൾസ്, കൺവേയിങ് കറണ്ട്, അയൺ ഓർ ഇങ്ങനത്തെ എല്ലാം കാരണം കൊണ്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോർ ബിയറിംഗ് മൈനസ് ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും 180 ഡിഗ്രി കിട്ടണ്ടേ? ഫോർ ബിയറിംഗ് മൈനസ് ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടണം. അത് 180 ഡിഗ്രി ഉണ്ടാവില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവും. 181 അല്ലെങ്കിൽ 180 ഡിഗ്രി 30 മിനിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ റിലേഷൻ. ഇഫ് ഫോർ ബിയറിംഗ് മൈനസ് ബാക്ക് ബിയറിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രീസ്, ദെൻ ദർ ഈസ് ഇറർ ഓഫ് ലോക്കൽ അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ ഇറർ ഉണ്ടെങ്കിൽ ആ ഇറർ നമ്മൾ മൊത്തം സർവേയിലും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറർ കോമ്പൻസേഷൻ ചെയ്യും. എന്താ ഇറർ കോമ്പൻസേഷൻ? നമുക്ക് ഉണ്ടായ ആ ഇറർ ബാക്കി എല്ലാ ആംഗിളിലും ഈക്വലി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഡിപ്പ്. മാഗ്നറ്റിക് ഡിപ്പ് ഓർ ഡിപ്പ് ആംഗിൾ. അതായത് ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ ബൈ ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്നറിയാം. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിലാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഡിപ്പ് ഓർ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കോമ്പസ് വെച്ച് പറയുകയാണെങ്കിൽ, കോമ്പസ് നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ അതൊരു പെർട്ടിക്കുലർ ആംഗിളിൽ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെരിഞ്ഞെടുക്കുന്ന ഡയറക്ഷനിൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ കാണുന്നില്ലേ, ആ ആംഗിളിനാണ് ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിപ്പും നമ്മുടെ എർത്തിൻ്റെ ഓരോ പൊസിഷനിൽ പോകുമ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് പറയുന്നത്. എർത്തിൻ്റെ ഇക്വേറ്ററിൽ ഡിപ്പ് 90 ഡിഗ്രി ആയിരിക്കും. അതേസമയം എർത്തിൻ്റെ ഇക്വേറ്ററിൽ 0 ഡിഗ്രി ആയിരിക്കും. അതേസമയം എർത്തിൻ്റെ ഇക്വേറ്ററിൽ 0 ഡിഗ്രി ആയിരിക്കും, പോൾസിൽ 90 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇത് എർത്താണെങ്കിൽ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നതായിരിക്കാം. എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോൾസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയും ഇക്വേറ്ററിൽ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതാ നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് 0 ഡിഗ്രി അറ്റ് ഇക്വേറ്റർ ആൻഡ് 90 ഡിഗ്രീസ് അറ്റ് ദ പോൾസ്. ഓക്കെ,
ദ പ്ലേസസ് ജോയിനിങ് സെയിം വാല്യൂ ഓഫ് ഡിപ്പ് ആംഗിൾ ഈസ് കോൾഡ് ഐസോക്ലിനിക് ലൈൻസ്. അതായത് സെയിം ഡിപ്പ് വാല്യൂ, ഡിപ്പ് ആംഗിൾ എല്ലായിടത്തും സെയിം ആയിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ സെയിം ഡിപ്പ് ആംഗിൾ വരുന്ന പ്ലേസസ് നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മളതിനെന്ത് പറയും? ഐസോക്ലിനിക് ലൈൻസ് എന്ന് പറയും. ഓക്കെ. അതുപോലെ പ്ലേസസ് ജോയിനിങ് സീറോ ഡിപ്പ് ആംഗിൾ, അതായത് സീറോ ഡിപ്പ് കിട്ടുന്ന പൊസിഷനിലുള്ള പ്ലേസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ നമ്മളതിനെന്ത് പറയും? അക്ലിനിക് ലൈൻസ് എന്ന് പറയും. ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ സെയിം ഡിപ്പ് വാല്യൂ, എക്ലിനിക് എന്ന് പറഞ്ഞാൽ സീറോ ഡിപ്പ് വാല്യൂ. ഓക്കെ. അതുപോലെ ഇതാ ട്രൂ നോർത്ത് നിന്ന് ഡെക്ലിനേഷനെ കാണിച്ചത് ഫസ്റ്റ് ഫിഗറിൽ. ട്രൂ നോർത്ത് നിന്ന് മാഗ്നറ്റിക് നോർത്തിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ വ്യത്യാസം. അതുപോലെ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷനാണ് എന്ത് പറയുന്നത്? ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതല്ല, ഇത് ഇൻക്ലിനേഷനാണ്. ഡിപ്പ് എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. നമ്മൾ ഡെക്ലിനേഷനും വെച്ചിട്ടും രണ്ട് ടേംസ് വരുന്നുണ്ട്, ഐസഗോണിക് ലൈൻസ് ആൻഡ് അഗോണിക് ലൈൻസ്. ഇത് നിങ്ങൾ എഴുതിക്കോ. ഐസഗോണിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസസ് ജോയിനിങ് സെയിം വാല്യൂ ഓഫ് ഡെക്ലിനേഷൻ, സെയിം ഡെക്ലിനേഷൻ വാല്യൂസ് വരുന്ന പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് ഐസഗോണിക് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ ദ ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് സീറോ ഡെക്ലിനേഷൻ വരുന്ന പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിന് അഗോണിക് ലൈൻസ് എന്ന് പറയും. ഓക്കെ.